ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഇന്ന് നല്ലൊരു ദിവസമാണ്. നബിദിനവും ഓണവും എല്ലാം കൂടിയുള്ള നല്ലൊരു മോർണിംഗ്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യത്തെ ആയുധം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ പ്രധാന കഥാപാത്രങ്ങൾ ഇതാ ഈ ഒരു ഇസ്തിരിപ്പെട്ടിയും പിന്നെ ഇതാ എൻ്റെ ഈ ഒരു സെറ്റ് സാരിയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ പിങ്ക്. ഈ ഒരു പിങ്ക് ബോർഡറൊക്കെ വരുന്ന ഈ സെറ്റ് സാരിയും അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഇനിയിത് അയൺ ചെയ്തെടുക്കണം, അതാണ് ആദ്യത്തെ പണി കേട്ടോ. അതിന് മുന്നേ നമുക്ക് ഇന്നിടാനുള്ള ഓർണമെൻറ്റ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. എൻ്റെ അടുത്ത് ഈ ഒരു കമ്മലുണ്ട് കേട്ടോ. ഈ ഒരു കൂടും കമ്മലാണോ അതോ പിന്നെ ഇങ്ങനെ കുറേ റിങ് ആയിട്ടുള്ള കമ്മലില്ലേ. ഞാൻ ഒരു ഇടയ്ക്ക് ഈ ഒരു റിങ് കമ്മലിൻ്റെ ഭയങ്കര ഫാനായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു കമ്മലുകളൊക്കെ. പക്ഷെ ഞാനങ്ങനെ ഡെയിലി യൂസ് ചെയ്യാറൊന്നുമില്ല, ഒരു സ്റ്റഡ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു 3 റിങ് കമ്മൽ കൂടിയുണ്ട്. ഇതിലേതാണ് ഇടേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ചെറിയ റിങ് ഇടാനാണ് കൂടുതൽ സാധ്യത. പിന്നെ ഇതാ ഞാനൊരു ബ്ലൂ കുപ്പിവള കൂടെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. കുറച്ച് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ഡാർക്ക് ബ്ലൂ, ഇത് കുപ്പിവളല്ല കേട്ടോ, ആ ഒരു ത്രെഡ് ചുറ്റിയ വളയാണ്. അപ്പോൾ ഇതിലേതാ ഇടേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. പിന്നെന്താ പിന്നെ നമ്മളുടെ പ്രധാന ആയുധം ഈ 2 ലിപ്സ്റ്റിക് ഷെയ്ഡ്സ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷെയ്ഡ്സാണ് കേട്ടോ. ഒരു ഐലൈനർ, ഇതാണ് നമ്മളുടെ ഇന്നത്തെ താരങ്ങൾ. അങ്ങനെ കാലത്ത് 7:30 തന്നെ ഞാൻ സാരി അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 10:30 എൻ്റെ സാരി ഡ്രേപ്പിങ്ങും എല്ലാം കഴിഞ്ഞത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലുക്കായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറേ വീഡിയോസൊക്കെ റെഡിയാവുന്ന എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒരു 11 മണിയോട് കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്താമെന്നുള്ളതായിരുന്നു കേട്ടോ പ്ലാന്. അതിൻ്റെ ഇടയിൽ റുവാനൊക്കെ ഞാൻ എങ്ങനെയോ ഒരുക്കി എടുത്തതാണ് കേട്ടോ. എങ്ങനെ അവളൊക്കെ ഒരുക്കിയെന്ന് പോലും കറക്റ്റ് ഓർമ്മയും കൂടി ഇല്ല. അപ്പോൾ അതാ നമ്മളിന്ന് ജുമുഅ കൂടെയുള്ള ദിവസമായിരുന്നു കേട്ടോ നമ്മൾ ഇത്രയും നേരത്തെ പോകുന്നത്. നേരത്തെ പോയി ഫുഡ് കഴിച്ചിട്ട് പള്ളിയിൽ പോകാന്നുള്ള പ്ലാനായിരുന്നു. പിന്നെ പറയാൻ മറന്നു, ഞാൻ ഈ ഒരു ഡാർക്ക് ബ്ലൂ വളയാണ് കേട്ടോ സെലക്ട് ചെയ്തത്. നമ്മൾ വന്ന സമയത്ത് റെസ്റ്റോറൻറ്റിൽ അധികം ആരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നേരത്തെ അല്ലേ. അപ്പോൾ ഇതാ ഇലയൊക്കെ ഇട്ട് ഉപ്പ്, ശർക്കര വരട്ടി, പിന്നെ ബനാന ചിപ്സ് അങ്ങനെയൊക്കെ വിളമ്പി തുടങ്ങി കേട്ടോ. അവരിങ്ങനെ ഓരോ ഓർഡറിൽ ഇതേപോലെ ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ റുവദ ഉപ്പ് വിളമ്പിയപ്പോൾ അത് പഞ്ചസാര എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അതെടുത്ത് പോകുന്നത്. അതുപോലെ തന്നെ പഴം വന്നപ്പോഴും ആദ്യം അതങ്ങോട്ട് പോയിട്ടോ. പിന്നെ അത് അവരിങ്ങനെ ഓരോ കറികളായിട്ട് കൊണ്ടുവന്നു. എന്താ ഭംഗി, നല്ല രസമായിരുന്നു. നല്ലൊരു ഓണം മൂട് വന്നത് ഈ ഒരു സദ്യയുടെ മുന്നിലിരുന്നപ്പോഴാണ് കേട്ടോ. അപ്പോൾ അതാ അച്ചാർ വന്നു. ഇത് നാരങ്ങച്ചാറാണ് കേട്ടോ. നാരങ്ങച്ചാർ, ഇഞ്ചിമ്പുളി, പിന്നെ ഇതാ മാങ്ങച്ചാർ, പിന്നെ അതുപോലെ തന്നെ ഇത് ഡേറ്റ്സ് പിക്കിളാണ് കേട്ടോ. പിന്നെ ഇതാ അങ്ങനെ ഓരോരോ കറികളായിട്ട് ഇങ്ങനെ വന്നു പോയിരുന്നു കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ, നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഫാമിലി കൂടി ആയിട്ടാണ് ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ നമ്മൾ 5 പേരും കൂടിയിട്ടാണ് കേട്ടോ ഓണസദ്യ കഴിക്കാനിരിക്കുന്നത്. അപ്പോൾ ഇതാ അങ്ങനെ കൂട്ടുകറി വന്നു, അങ്ങനെ എല്ലാ കറികളും ഓൾമോസ്റ്റ് വന്നു. അപ്പോൾ ഇതാ ഇലയൊക്കെ ഒരു സൈഡ് ഫില്ലായി തുടങ്ങി കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ചോറിടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇനി നെക്സ്റ്റ് നമ്മൾ ചോറ് വരാണ്. ശരിക്കും നമ്മളെ പഠിത്തവും കഴിഞ്ഞ് ഇങ്ങനെ ഹൗസ് വൈഫായിട്ട് വീട്ടിലിരിക്കുമ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലും ഓണത്തിനൊക്കെ പോണ പരിപാടികളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹമാണല്ലോ ഇങ്ങനെ പോകാനൊക്കെ. അതുകൊണ്ടും കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഓണത്തിന് സാരി എടുക്കാനും പിന്നെ സദ്യ കഴിക്കാനൊക്കെ ഒരു ഇത് വന്നത്. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്യുമ്പോൾ ഒരു ഹാപ്പിനെസ് ആണല്ലോ.
അതിന് അതും കൂടിയാണ് കേട്ടോ ഈ ഒരു ചെറിയൊരു ഓണം സെലിബ്രേഷൻ നമ്മൾ വെച്ചത്. എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുക, സദ്യ കഴിക്കുക, സാരി എടുക്കുക, കുറേ ഫോട്ടോസ് എടുക്കുക, അങ്ങനെയൊക്കെ നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. സദ്യ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് ഡേ വന്നിട്ടുള്ളായിരുന്നു, നമ്മളായിരുന്നു കേട്ടോ നമ്മൾ ഫസ്റ്റ് സദ്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ സദ്യയിൽ എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയത് ഈ ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ബാക്കിയുള്ള ഒഴിച്ചുകറിനെക്കാട്ടിയൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവർക്കും അതേപോലെ തന്നെ കേട്ടോ. പിന്നെ ഞാൻ പായസം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പഴവും പപ്പടവും എല്ലാം കൂടെ കുഴച്ച് പായസം കഴിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഗ്ലാസ്സിലാണ് പായസം കുടിക്കാറ്. അപ്പോൾ ഓണസദ്യ ഇങ്ങനെ കഴിക്കണം, അല്ലെങ്കിൽ ഓണസദ്യയുടെ പായസം ഇങ്ങനെ കുടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ കഴിക്കുന്നത്. ആദ്യം എനിക്കൊരു എന്താ പറയുക, ഇങ്ങനെ പഴമൊക്കെ കുഴയ്ക്കാനൊരു മടി ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ഇങ്ങനെ കുഴച്ച് കഴിച്ച് നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ കഴിക്കുമ്പോഴാണ് തോന്നുന്നത് ശരിക്കും ആ ഒരു മധുരവും പായസത്തിൻ്റെ മധുരവും പപ്പടത്തിൻ്റെ എല്ലാം കൂടെ ഒന്നൊരു ബാലൻസ് ആയിട്ട് വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു.